വിശദമായ വാർത്തകളിലേക്ക്. റഷ്യ-യുക്രൈൻ യുദ്ധം തുടങ്ങിയിട്ട് 2 വർഷം പൂർത്തിയായി. 2022 ഫെബ്രുവരി 24-നാണ് റഷ്യ യുക്രൈനെതിരെ അധിനിവേശത്തിന് തുടക്കമിട്ടത്. ഇതുവരെ 10,000-ലേറെ സാധാരണക്കാർ കൊല്ലപ്പെട്ടെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ കണക്ക്. യുദ്ധം ലോകരാഷ്ട്രങ്ങളുടെ സമ്പദ്വ്യവസ്ഥയെ പിന്നോട്ട് വലിക്കുകയും അവശ്യവസ്തുക്കളുടെ വില വർധനയ്ക്ക് കാരണമാവുകയും ചെയ്തു. റഷ്യയുടെ യുക്രൈൻ അധിനിവേശം 3-ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ 10,378 സാധാരണ പൗരന്മാർ കൊല്ലപ്പെടുകയും 20,000-ഓളം ജനങ്ങൾക്ക് പരുക്കേൽക്കുകയും ചെയ്തുവെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ കണക്ക്. 100,000-ത്തിലധികം റഷ്യൻ സൈനികരും അതിലേറെ യുക്രൈൻ സൈനികരും കൊല്ലപ്പെട്ടുവെന്നാണ് വിവിധ ഏജൻസികൾ കണക്കാക്കുന്നത്. 65 ലക്ഷത്തിലധികം യുക്രൈനികൾ വിവിധ രാജ്യങ്ങളിൽ അഭയാർത്ഥികളായി എന്ന് UN ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ മൈഗ്രേഷൻ പറയുന്നു. മനുഷ്യക്കുരുതിക്കപ്പുറം ലോകരാഷ്ട്രങ്ങളുടെ സമ്പദ്വ്യവസ്ഥയിൽ വലിയ പ്രത്യാഘാതങ്ങളാണ് യുദ്ധമുണ്ടാക്കിയത്. റഷ്യയിൽ നിന്നുള്ള ധാന്യ കയറ്റുമതിക്ക് ഉപരോധം ഏർപ്പെടുത്തിയതോടെ പല പശ്ചിമാഫ്രിക്കൻ രാജ്യങ്ങളും പട്ടിണിയിലായി. ലോകമെമ്പാടും ഭക്ഷണം, പാർപ്പിടം, ഊർജം എന്നിവയുടെ വില ഉയരാൻ യുദ്ധമിടയാക്കി. യുദ്ധം 3-ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ റഷ്യയ്ക്കാണ് മേൽക്കോയ്മ. 2014-ൽ പിടിച്ചടക്കിയ ക്രിമിയ അടക്കം യുക്രൈന്റെ പല പ്രദേശങ്ങളും ഇന്ന് റഷ്യയുടെ നിയന്ത്രണത്തിലാണ്. യുദ്ധത്തിന്റെ ദീർഘകാല ആഘാതം തലമുറകൾ ഏറ്റുവാങ്ങേണ്ടി വരുമെന്നാണ് UN മനുഷ്യാവകാശ ഹൈക്കമ്മീഷണർ വോൾക്കർ ടർക്ക് പറയുന്നത്. എത്രയും വേഗം യുദ്ധം അവസാനിപ്പിക്കണമെന്ന ഐക്യരാഷ്ട്രസഭയുടെ ആഹ്വാനം പക്ഷേ ജലരേഖയായി തുടരുകയാണ് ഇപ്പോഴും. റിസർച്ച് ഡെസ്ക് 24. കേരളത്തിൽ നിന്നും പലസ്തീൻ, ഇസ്രായേൽ നാടുകളിലേക്കുള്ള തീർത്ഥാടന യാത്രകൾ പുനരാരംഭിച്ചു. യുദ്ധത്തെ തുടർന്നായിരുന്നു യാത്രകൾ നിർത്തിവച്ചത്. യുദ്ധത്തെ തുടർന്ന് 6 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വിശുദ്ധ നാടുകളിലേക്ക് വീണ്ടും മലയാളികൾ എത്തുന്നത്. ടൂർ ഓപ്പറേറ്റർമാർ നേരിട്ട് ഇസ്രായേൽ, പാലസ്തീൻ എന്നിവിടങ്ങളിൽ സഞ്ചരിച്ച സാഹചര്യങ്ങൾ വിലയിരുത്തിയ ശേഷമാണ് പാക്കേജുകൾ ആരംഭിച്ചത്. നമ്മളിപ്പോൾ ജനുവരിയിൽ ഞാനും കമ്പനിയുടെ സിഇഒയും കൂടി വിശുദ്ധ നാടിലെ എല്ലാ സ്ഥലങ്ങളും, ഇസ്രായേലിലെയും പാലസ്തീനിലെയും എല്ലാ സ്ഥലങ്ങളും വിസിറ്റ് ചെയ്യുകയും അത് സേഫ് ആണെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് വീണ്ടും ജനുവരിയിൽ ഇതിന്റെ പ്ലാൻ ചെയ്തു. ഫെബ്രുവരി 24 മുതൽ നമ്മുടെ ഓരോ ഗ്രൂപ്പുകളും സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. കൊച്ചി, തിരുവനന്തപുരം ജില്ലകളിൽ നിന്ന് 70ഓളം തീർത്ഥാടകർ ഉണ്ടായിരുന്നു. ആശങ്കകൾ ഒന്നുമില്ലെന്നും യാത്രക്കാർ വ്യക്തമാക്കി. ഇപ്പൊ കുറെ കൂടി സേഫ് ആണെന്ന് അറിയുമ്പോൾ സന്തോഷത്തോടുകൂടി ആ യാത്ര നടത്താനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഇന്ന് ഈ പ്രഭാതത്തിൽ ഇവിടെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂടി ആ യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഒക്ടോബർ 13-ാം തീയതി ഞങ്ങൾ പോളണ്ടിൽ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തതായിരുന്നു. നിർഭാഗ്യവശാൽ അവിടെ യുദ്ധം വന്നതിനാൽ നമുക്ക് പോകാനായിട്ട് സാധിച്ചില്ല. ഇപ്പം അവിടെ വളരെ ശാന്തമായി പോകുന്നു അറിഞ്ഞു. അതുകൊണ്ട് വീണ്ടും ഞങ്ങളിത് ഇന്ന് യാത്ര ചെയ്യുകയാണ്. വിശുദ്ധ നാടുകളിലേക്കുള്ള തീർത്ഥാടന പാക്കേജ് പുനരാരംഭിച്ചത് ടൂറിസം മേഖലയ്ക്കും ആശ്വാസമാണ്. 24 കൊച്ചി. ഷാർജ ഹെറിറ്റേജ് ഡേയ്സിന്റെ ഈ വർഷത്തെ സീസൺ ഷാർജയിൽ പുരോഗമിക്കുന്നു. യുഎഇയുടെ ചരിത്രം, സംസ്കാരം, ആചാരങ്ങൾ, കല, സാഹിത്യം മുതലായവയെ അടുത്തറിയുന്നതിന് അവസരമൊരുക്കുന്നതാണ് അടുത്ത മാസം 3 വരെ നീണ്ടു നിൽക്കുന്ന പരിപാടി. എമിറാത്തി സംസ്കാരത്തെ അടുത്തറിയാൻ അവസരമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഷാർജ ഹെറിറ്റേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഷാർജ പൈതൃക ദിനങ്ങൾ സംഘടിപ്പിക്കുന്നത്. മേളയുടെ 21ാമത് എഡിഷനാണ് ഇത്തവണ നടക്കുന്നത്. കണക്ട് എന്ന പ്രമേയത്തിലാണ് ഈ വർഷം പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. എമിറാത്തി കലാ സാംസ്കാരിക പരിപാടികൾക്കൊപ്പം എമിറാത്തി കരകൗശല വസ്തുക്കളുടെ പ്രദർശനങ്ങൾ, പരമ്പരാഗത ഗെയിമുകൾ, പരിശീലന ശില്പശാലകൾ, പ്രഭാഷണങ്ങൾ എന്നിവയുൾപ്പെടെ വൈവിധ്യമാർന്ന പരിപാടികളാണ് ഇത്തവണ ഒരുക്കിയിട്ടുള്ളത്. ഷാർജ സിറ്റി, അൽ ഹംറിയ, ദിബ അൽ ഹിസിൻ, ഖോർഫഖാൻ, കൽബ, അൽദെയ്ദ് എന്നിങ്ങനെ 6 സ്ഥലങ്ങളിലാണ് വ്യത്യസ്തമായ പരിപാടികൾ നടക്കുന്നത്. രാജ്യത്തിന്റെ പ്രൗഢമായ ഭൂതകാലവും കലയും ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്ന നിരവധി സെഷനുകൾ പരിപാടിയിൽ ഒരുക്കിയിട്ടുണ്ട്. പുതിയ സീസണിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഷാർജ ഉപഭരണാധികാരി ഷെയ്ഖ് സുൽത്താൻ ബിൻ അഹമ്മദ് ബിൻ സുൽത്താൻ അൽ ഖാസിമി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. ഫെസ്റ്റിവൽ അടുത്ത മാസം 3 വരെ നീണ്ടു നിൽക്കും. 24 ഷാർജ. കുവൈറ്റ് ദേശീയ വിമോചന ദിനങ്ങൾ പ്രമാണിച്ച് കുവൈറ്റിലെ ഇന്ത്യൻ എംബസിയും BLS ഇന്റർനാഷണൽ നടത്തുന്ന ഇന്ത്യൻ കോൺസുലർ ആപ്ലിക്കേഷൻ സെന്ററും അവധിയായിരിക്കും. നാളെയും മറ്റന്നാളുമാണ് അവധി. നിർധന വിദ്യാർത്ഥികളെ സഹായിക്കാൻ ബിരിയാണി ചാലഞ്ച് നടത്തിയ ദമാമിലെ KMCC കോഴിക്കോട് ജില്ലാ ഘടകം നാട്ടിൽ നിന്ന് പ്രമുഖരായ പാചകക്കാരെ എത്തിച്ചാണ് കോഴിക്കോടൻ ബിരിയാണി ഒരുക്കിയത്. സൗദി സ്ഥാപക ദിനാഘോഷങ്ങളുടെ കൂടി ഭാഗമായിരുന്നു ബിരിയാണി ചാലഞ്ച്. അന്നം തരുന്ന രാജ്യത്തിന്റെ മറ്റൊരു സ്ഥാപക ദിനം കൂടി വന്നെത്തിയപ്പോൾ ദമാമിലെ കോഴിക്കോട് ജില്ലാ KMCC പ്രവർത്തകർ ഈ ദിനത്തെ ധന്യമാക്കിയത് മറ്റൊരു കാരുണ്യ പ്രവർത്തനം കൂടി കാഴ്ചവെച്ചാണ്. കോഴിക്കോട് ജില്ലയിൽ നിന്നും സാമ്പത്തിക പ്രതിസന്ധി മൂലം വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ പോയ വിദ്യാർത്ഥികളെ ചേർത്ത് പിടിക്കുക എന്നതായിരുന്നു ഈ പ്രവർത്തകരുടെ ലക്ഷ്യം. ഉന്നത വിദ്യാഭ്യാസം സാമ്പത്തികമില്ല എന്ന ഒറ്റ കാരണം കൊണ്ട്
അവർക്കൊരു കൈത്താങ്ങാവുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിനായി ഇവർ മുന്നോട്ട് വെച്ചത് കോഴിക്കോടൻ ബിരിയാണി ചാലഞ്ച്. 4500-ൽ പരം ഭക്ഷണപ്പൊതികളാണ് നമ്മൾ ഈ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് ഓരോ വീടുകളിൽ എത്തിക്കുന്നത്. അത് പ്രിപ്പയർ ചെയ്യുന്നതടക്കം നാട്ടിൽ നിന്ന് വന്ന 2 പ്രഗത്ഭരായ പാചകക്കാരും അതുപോലെ തന്നെ നമ്മുടെ ദമാമിലെ ഹോട്ടലിലെ ബഷീർക്ക അടക്കം ആബിദ് അടക്കമുള്ള ഇവിടുത്തെ ഫേമസ് പാചകക്കാരും കൂടെ ഇതിൽ സഹകരിക്കുന്നുണ്ട്. ലക്ഷ്യത്തിലേക്ക് എത്തുമ്പോഴും ജനങ്ങളിലേക്ക് സമർപ്പിക്കുന്ന ബിരിയാണി ചാലഞ്ചിൽ ഒരു കുറവും ഉണ്ടാവരുത് എന്ന പ്രവർത്തകരുടെ നിർബന്ധ ബുദ്ധി പ്രകാരം ഇവർ ദമാമിൽ എത്തിച്ചത് കോഴിക്കോട്ടെ പ്രമുഖരായ 2 പാചകക്കാര്. ഇതെല്ലാം കൂടി ആയപ്പോൾ കിഴക്കൻ പ്രവിശ്യ 2 കൈയും നീട്ടി സ്വീകരിച്ചു ഈ പ്രവർത്തകരുടെ ബിരിയാണി ചാലഞ്ച്. അതോടെ കോഴിക്കോട് ജില്ലാ KMCC പ്രവർത്തകരും ഏറെ ആവേശത്തിലായി. തലേ ദിവസത്തെ രാത്രിയെ കോഴിക്കോട്ടെ മൈലാഞ്ചി കല്യാണരാവാക്കി മാറ്റിയവർ കൈകൊട്ടിപ്പാടിയും കുട്ടികളുടെ ഒപ്പന ഒരുക്കിയുമെല്ലാം സൗദി സ്ഥാപക ദിനാഘോഷവും പൊടിപൊടിച്ചു. KMCC വനിതാവേദി പ്രവർത്തകരും ബിരിയാണി ചാലഞ്ചിന്റെ ഭാഗമായി പങ്കാളിത്തം കൊണ്ടും സാന്നിധ്യം കൊണ്ടുമെല്ലാം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ശരിക്കും കിഴക്കൻ പ്രവിശ്യയിൽ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു സുന്ദര മുഹൂർത്തങ്ങളിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. നാട്ടിലെ ഒരു കല്യാണത്തിൻ്റെ ഇപ്പോൾ തലേ ദിവസങ്ങളിൽ നമ്മൾ കുടുംബക്കാരും നാട്ടുകാരും എല്ലാവരും ഒരുമിച്ച് കൂടുന്നത് പോലെയുള്ള മൈലാഞ്ചി രാവ് തന്നെയാണ് ശരിക്കും ഞങ്ങളിന്ന് ഇവിടെ ഒത്തുകൂടിയിട്ട് സംഗമിക്കാൻ കഴിഞ്ഞത്. 4500ഓളം പേർക്കാണ് ചിക്കൻ ബീഫ് ബിരിയാണികൾ വിളമ്പിയത്. കോഴിക്കോട് ചീക്കിലോട്ടെ കല്യാണ വീടുകളിലെ പ്രമുഖ പാചകക്കാരായ മുസ്തഫയും യൂസഫുമാണ് പാചകത്തിന് നേതൃത്വം നൽകിയത്. ഇവർക്കുമുണ്ട് പറയാം. ഈ പരിപാടി പങ്കെടുത്തപ്പം നാട്ടിൽ നടക്കുന്ന ഒരു പരിപാടിനെക്കാട്ടും വളരെ ആഹ്ലാദഭരിതമായിട്ട് എല്ലാവരും KMCCൻ്റെ എല്ലാവരും പ്രവർത്തകരും നല്ല സജീവമായിട്ട് വളരെ ഭംഗിയായിട്ട് ഈ പരിപാടി മുന്നോട്ട് പോകുന്നുണ്ട്. കോഴിക്കോടൻ മുഹബത്തിൽ ചാലിച്ച നല്ല ചിക്കൻ ബിരിയാണിയും ബീഫ് ബിരിയാണിയും കൃത്യനിഷ്ഠയോടെ പറഞ്ഞതിലും വേഗത്തിൽ ചാലഞ്ച് ഏറ്റെടുത്തവർക്ക് മുന്നിൽ ചൂട് ഒട്ടും മാറാതെ എത്തിക്കാൻ കഴിഞ്ഞതിലും അതിനെല്ലാം അപ്പുറം ഈ പദ്ധതിയിലൂടെ നിർധരരായ വിദ്യാർത്ഥികളെ ചേർത്ത് വെച്ച് ഉന്നത വിദ്യാഭ്യാസ ലോകത്തേക്ക് കൈപ്പിടിച്ചുയർത്താൻ കഴിഞ്ഞ സന്തോഷത്തിലുമാണ് കോഴിക്കോട് ജില്ലാ KMCC പ്രവർത്തകർ. സുബൈറുദ്ദീനൂർ, 24 ദമാം. സാരഥി കുവൈറ്റ് റിഖായ് യൂണിറ്റ് വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു. യോഗത്തിൽ യൂണിറ്റ് കൺവീനർ സനേൽ ശിവൻ അധ്യക്ഷനായി. പ്രസിഡന്റ് അജയ് കെയർ ഉദ്ഘാടനം ചെയ്തു. എക്സിക്യൂട്ടീവ് അംഗം ഷിബു സുകുമാരൻ സ്വാഗതം പറഞ്ഞു. കൺവീനർ അരുൺ രാജു, ജോയിന്റ് കൺവീനർ സനേൽ ശിവൻ, സെക്രട്ടറി രഞ്ജിത്ത് മോഹൻ, ജോയിന്റ് സെക്രട്ടറി അജേഷ് ഗോപി, ട്രഷറർ മനോജ് ശശിധരൻ എന്നിവരെ പുതിയ ഭാരവാഹികളായി തെരഞ്ഞെടുത്തു. ദുബായിൽ മലയാളി കുടുംബം സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ട് 5 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. ഷാർജ ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥിനി നയോമി ജോബിനാണ് മരിച്ചത്. അവധി കഴിഞ്ഞ് നാട്ടിൽ നിന്നെത്തിയ കുടുംബം ദുബായ് വിമാനത്താവളത്തിൽ നിന്ന് ഷാർജയിലെ താമസ സ്ഥലത്തേക്ക് മടങ്ങുമ്പോഴായിരുന്നു അപകടം. ടയർ പൊട്ടിത്തെറിച്ച് വാഹനം മറയുകയായിരുന്നു. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ കുട്ടിയെ ദുബായ് പോലീസ് ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. വാഹനത്തിലുണ്ടായിരുന്ന മറ്റുള്ളവർ നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലിക്ക് സംഗീതാദരം ഒരുക്കി പ്രവാസികൾ. സുലൈമാൻ മതിലകത്തിന്റെ വരികൾക്ക് അൻഷാ തൃശൂർ സംഗീതം നൽകി. 5 ഗായകർ ചേർന്ന് ആലപിച്ച ഗാനം റഷീദ് ഹംസ നാട്ടകിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ദുബായിൽ നടന്ന ചടങ്ങിൽ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, PV അബ്ദുൽ വഹാബ് MP, VA ഹസൻ എന്നിവർ ചേർന്ന് മാസ്റ്റർ മീഡിയ യൂട്യൂബ് ചാനലിലൂടെ ഗാനം പുറത്തിറക്കി. ചടങ്ങിന് എഴുത്തുകാരൻ ബഷീർ തിക്കോടി നേതൃത്വം നൽകി. സുലൈമാൻ മതിലകം, ഹാരിസ് കുണ്ടുങ്ങര, മലബാർ ഗോൾഡ് ശ്യാംലാൽ, അഹമ്മദ് നിയാസി, VK റഷീദ്, ഷിഹാസ് സുൽത്താൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ CPI സംസ്ഥാന നേതൃത്വം നിർദ്ദേശിച്ച അഡ്വക്കേറ്റ് അരുൺകുമാറിന്റെ പേര് തള്ളി കൊല്ലം ജില്ലാ കൌൺസിൽ. ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ, കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗം പ്രജി ശശിധരൻ, CPI ജില്ലാ കൌൺസിൽ അംഗം RS അനിൽ എന്നീ പേരുകളാണ് ജില്ലാ കൌൺസിൽ കൈമാറിയത്. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ആനി രാജയെ കൂടാതെ 2 പേരുകൾ കൂടി പരിഗണിക്കുന്നുണ്ട്. സത്യൻ മുഖേരി, PP സുനീർ എന്നിവരാണ് പരിഗണനയിലുള്ളത്. സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ നേതൃത്വത്തിൽ ചേർന്ന CPI ജില്ലാ കൌൺസിലാണ് 2 പേരുകൾ കൂടി ഉയർന്നു വന്നത്. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ആനി രാജയെ കൂടാതെ 2 പേരുകൾ കൂടി CPI പരിഗണിക്കുന്നു. സത്യൻ മൊഗേരി, PP സുനീർ എന്നിവരാണ് പരിഗണിക്കുന്നത്. സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ നേതൃത്വത്തിൽ ചേർന്ന ജില്ലാ കൌൺസിലിലാണ് പേരുകൾ ഉയർന്നു വന്നത്. ജില്ലാ സെക്രട്ടറി EJ ബാബുവിനെ പരിഗണിക്കണമെന്ന ആവശ്യവും യോഗത്തിൽ ഉയർന്നെങ്കിലും അന്തിമ പട്ടികയിൽ പേര് ഇടം പിടിച്ചില്ല.
വാർത്താസമ്മേളനത്തിനിടെ KPCC അധ്യക്ഷൻ കെ സുധാകരൻ അസഭ്യം പറഞ്ഞതിൽ കടുത്ത അതൃപ്തിയുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പ്രതിപക്ഷ നേതൃസ്ഥാനം രാജിവെക്കുമെന്ന് ഭീഷണി മുഴക്കിയ VD സതീശനെ ഹൈക്കമാൻഡ് ഇടപെട്ടാണ് അനുനയിപ്പിച്ചത്. അസഭ്യപ്രയോഗം വിവാദമായതോടെ സതീശനും താനും തമ്മിൽ ജ്യേഷ്ഠാനുജ ബന്ധമെന്ന വിശദീകരണവുമായി കെ സുധാകരൻ രംഗത്തെത്തി. അമർഷം ഉള്ളിലൊതുക്കി VD സതീശനും വിവാദം അവസാനിപ്പിച്ചു. സമരാഗ്നി പരിപാടിയുമായി ബന്ധപ്പെട്ട പതിവ് വാർത്താ സമ്മേളനത്തിൽ 20 മിനിറ്റോളം VD സതീശനെ കാത്തുമുഷിഞ്ഞപ്പോഴായിരുന്നു കെ സുധാകരന്റെ അസഭ്യ പ്രയോഗം. സുധാകരൻ കൂടുതൽ പറയും മുമ്പേ മൈക്ക് ഓണാണെന്ന് നേതാക്കളുടെ ഓർമ്മപ്പെടുത്തൽ. സംഭവം വിവാദമായതോടെ VD സതീശന് അതൃപ്തി. KC വേണുഗോപാലിനെ രാജ്യസന്നദ്ധത അറിയിച്ചു. തെരഞ്ഞെടുപ്പ് അടുത്തതിനാൽ പ്രശ്നം വേണ്ടെന്നും വിഷയത്തിൽ ഇടപെടാമെന്നും KC വേണുഗോപാൽ ആശ്വസിപ്പിച്ചു. ഒരുമിച്ച് മാധ്യമങ്ങളെ കണ്ട് പ്രശ്നങ്ങളില്ലെന്ന് പറയണമെന്ന ആവശ്യം സതീശൻ അംഗീകരിച്ചില്ല. തുടർന്ന് കെ സുധാകരൻ ഒറ്റയ്ക്ക് മാധ്യമങ്ങളെ കണ്ടു. നിങ്ങൾ ഇങ്ങനെയൊരു പ്രചരണം കൊടുക്കുന്നത് ഒരിക്കലും ശരിയല്ല, യാഥാർത്ഥ്യമായിട്ട് നിരക്കാത്തതാണ്. സതീശനും ഞാനും തമ്മിൽ ജ്യേഷ്ഠാനുജന്മാരെ പോലെ തന്നെയാണ് ഈ പ്രൊഗോറിയായിട്ട്. ഇത്രയും ദിവസം നമ്മൾ ഒരുമിച്ചല്ലേ. എന്നോടൊപ്പം ഒരുപക്ഷെ എന്നേക്കാളേറെ ഈ സമര ജാഥക്ക് അദ്ദേഹമാണ് മുൻകൈയെടുത്തതും അദ്ദേഹമാണ് ഓടിയതും അദ്ദേഹമാണ് ചെയ്തതൊക്കെ. അല്പം കഴിഞ്ഞ് മാധ്യമങ്ങളെ കണ്ട പ്രതിപക്ഷ നേതാവും ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന മട്ടിലാണ് പ്രതികരിച്ചത്. അപ്പോൾ ഇവനെ ഇവിടെ പുള്ളി ചെന്നിരുന്നിട്ട് 10 മിനിറ്റ് എന്നിട്ട് ഞാൻ എത്തിയിട്ടില്ല. അപ്പോൾ അദ്ദേഹം അതിന് മുമ്പ് കയറി, ഞാനിപ്പോൾ എത്തിയെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ എത്തി കയറി ഇരുന്ന് കഴിഞ്ഞാൽ അസ്വസ്ഥത വരില്ലേ ആളെ കാണാതെ. അപ്പോൾ ഇവൻ എവിടെ പോയി കിടക്കുമെന്ന് ചോദിച്ചു. അത് ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിന് എന്നോടുണ്ട്. പരിഹാസവുമായി P രാജീവൻ രംഗത്തെത്തി. ഞങ്ങൾ അദ്ദേഹത്തെ നിയമസഭയിൽ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവെന്ന് മാത്രമേ വിളിക്കാറുള്ളൂ. ആ ഒരു പാർട്ടി എത്തിച്ചേർന്നൊരു അവസ്ഥകൾ നോക്കിയാൽ മതി. അവരുടെ ആ നിങ്ങളുടെ തന്നെ അഭിമുഖത്തിൽ കണ്ടല്ലോ, രണ്ടുപേരും ഒന്നിച്ചുള്ള ഐക്യത്തിന്റെ ആ മഹനീയതയൊക്കെ നിങ്ങൾ പല ഇന്റർവ്യൂയിലൂടെ വളരെ അവതരിപ്പിക്കുന്നത് കണ്ടു. നേതാക്കൾ തമ്മിലുള്ള പ്രശ്നം പരസ്യമായതിൽ അണികൾക്കും അമർഷമുണ്ട്. 24 ആലപ്പുഴ. സമരാഗ്നി വേദിയിൽ ആന്റണി MPക്ക് നാക്കുപിഴ. KPCC അധ്യക്ഷന്റെ പേര് മാറിപ്പോയത് വേദിയിൽ ചിരി പടർത്തി. കെ സുധാകരനെ കെ സുരേന്ദ്രൻ എന്നാണ് ആന്റണി അഭിസംബോധന ചെയ്തത്. സമരാഗ്നിയുടെ നായകൻ, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ബഹുമാനനായ കെ സുരേന്ദ്രൻ അവറുകളെ, കെ സുധാകരൻ അവറുകളെ, മൂന്നാം സീറ്റ് വിഷയത്തിൽ തീരുമാനമായില്ലെങ്കിൽ മുസ്ലിം ലീഗ് ഒറ്റയ്ക്ക് മത്സരിച്ചേക്കുമെന്ന് സൂചന. നാളെയാണ് കോൺഗ്രസുമായുള്ള നിർണായക ചർച്ച. ഒരു സീറ്റ് കൂടി ലഭിക്കുമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം ആവർത്തിച്ചു. തർക്കം തുടർന്നാൽ UDFന്റെ വിജയസാധ്യത കുറയുമെന്ന് K മുരളീധരൻ MP പ്രതികരിച്ചു. മൂന്നാമതൊരു സീറ്റ് നൽകാനാവില്ലെന്ന് കോൺഗ്രസും കിട്ടിയേ മതിയാവൂ എന്ന് മുസ്ലിം ലീഗും. നാളെ കോൺഗ്രസുമായുള്ള ചർച്ച പരാജയപ്പെടാനാണ് സാധ്യതയെന്ന് ലീഗ് കണക്കുകൂട്ടുന്നു. അങ്ങനെയെങ്കിൽ ഒരു സീറ്റിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ നേതൃത്വം തീരുമാനിച്ചതായാണ് സൂചന. കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിലായിരിക്കും മത്സരിക്കുക. കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുമായി സംസ്ഥാന കമ്മിറ്റി ചർച്ച നടത്തി. ആവശ്യമെങ്കിൽ മത്സരിക്കാൻ വേണ്ട ഒരുക്കങ്ങൾ നടത്താൻ നിർദ്ദേശം നൽകിയെന്നാണ് വിവരം. ചൊവ്വാഴ്ച ചേരുന്ന ലീഗ് നേതൃയോഗത്തിൽ അന്തിമ തീരുമാനമെടുക്കും. സീറ്റ് വിഭജനം നീട്ടിക്കൊണ്ടുപോകാനാവില്ലെന്ന് PMA സലാം. ഞങ്ങളെ ഡിമാൻഡ് വെച്ചിട്ടുണ്ട്, അതിന് തീരുമാനം നാളെയാവും. കിട്ടാത്ത പ്രശ്നമില്ലാന്ന്. ഞങ്ങൾ കോൺഗ്രസുമായിട്ട് സൗഹാർദ്ദത്തിൽ തന്നെയാണ്. ആ സൗഹാർദ്ദപരമായിട്ട് നാളെ ചർച്ച നടക്കും. ആ ചർച്ചയിൽ തീരുമാനം ഉണ്ടാവും. ലീഗുമായുള്ള നാളത്തെ ചർച്ചയ്ക്ക് ശേഷം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ലീഗിന് മൂന്നാം സീറ്റ് ചോദിക്കാൻ അർഹത ഉണ്ടെന്നും പരസ്പരം വിട്ടുവീഴ്ച ചെയ്താലേ മുന്നണി മുന്നോട്ട് പോകുമെന്നും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. ലീഗുമായുള്ള തർക്കം ഉടൻ പരിഹരിച്ചില്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ ബാധിക്കുമെന്ന് K മുരളീധരൻ MP. നാളത്തെ ചർച്ചയിൽ പ്രശ്നം എന്തായാലും പരിഹരിക്കും. കാരണം അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഈ ഇലക്ഷൻ ഫീൽഡിലൊക്കെ മുന്നണി ഒരുമിച്ച് കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു സന്ദർഭമാണ്. മുസ്ലിം ലീഗിന്റേത് നാണം കെട്ട രാഷ്ട്രീയമെന്ന് BJP. മൂന്നാം സീറ്റിന് വേണ്ടിയിട്ടുള്ള മുസ്ലിം ലീഗ് സമ്മർദ്ദത്തിന് മുമ്പിൽ മുട്ടുമടക്കാൻ കോൺഗ്രസ് തയ്യാറാവുകയാണ്. രാഹുൽ ഗാന്ധിക്ക് പാർലമെന്റിലേക്ക് എത്തണമെങ്കിൽ മുസ്ലിം ലീഗിന്റെ സഹായമാണ്. മുസ്ലിം ലീഗിന്റെ പച്ചക്കൊടിയുടെ തണലിലാണ് രാഹുൽ ഗാന്ധി പാർലമെന്റിലേക്ക് എത്തുന്നത്. കടുത്ത തീരുമാനത്തിലേക്ക് മുസ്ലിം ലീഗ് കടന്നാൽ സംസ്ഥാനത്തെ മുന്നണി സമവാക്യങ്ങൾ ഉൾപ്പെടെ മാറി മറിഞ്ഞേക്കും. 24 മലപ്പുറം.
കോൺഗ്രസിന്റെ ചവിട്ടം കുത്തുമേറ്റ് UDF-ൽ തുടരണോ എന്ന് മുസ്ലിം ലീഗ് ആലോചിക്കണമെന്ന് LDF കൺവീനർ EP ജയരാജൻ. കോൺഗ്രസ് ജാഥയിൽ ലീഗിനെ അടുപ്പിക്കുന്നില്ല. കോൺഗ്രസ് നേതാക്കൾ തമ്മിൽ ഇപ്പോൾ തെറിവിളിയാണ്. ഇനി അടി നടക്കുമെന്നും EP ജയരാജൻ പരിഹസിച്ചു. ചവിട്ടും കുത്തുമേറ്റ് പരിഹാസ്യരായി കഴിഞ്ഞുകൂടണമോ എന്ന കാര്യം മുസ്ലിം ലീഗ് ആലോചിക്കട്ടെ, അത് അവരുടെ കാര്യമാണ്. ഒരു മുന്നണിയുടെ ജാഥ കോൺഗ്രസിൻ്റെ ജാഥയായി നടത്താൻ പാടുണ്ടായിരുന്നു. മുസ്ലിം ലീഗിനെ അടുപ്പിച്ചോ? അവർ ആലപ്പുഴ എത്തിയപ്പോൾ എന്തായി? നേതാക്കന്മാർ തമ്മിൽ ഇനി അടുത്ത അടി നടക്കും. ഇപ്പോൾ തെറിയേ വന്നിട്ടുള്ളൂ, ഇനി അതിനപ്പുറം നടക്കും. അതാണ് കോൺഗ്രസ്. സ്ഥാനാർത്ഥി നിർണയം വേഗത്തിലാക്കാൻ BJP. തിരുവനന്തപുരത്ത് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ സ്ഥാനാർത്ഥിയാകും. ജില്ലാ നേതൃത്വത്തിന്റെ ആവശ്യം പരിഗണിച്ച് കേന്ദ്ര നേതൃത്വം തീരുമാനമെടുത്തു എന്നാണ് സൂചന. NDAയിൽ സീറ്റ് വിഭജനവും പൂർത്തിയാക്കി. BJP 16 BDJS 4 മത്സരിക്കും. തൃശൂരിനൊപ്പം BJP ഏറ്റവും അധികം സാധ്യത കൽപ്പിക്കുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം. ദേശീയ നേതാക്കളിൽ ഒരാളെ തന്നെ ഇവിടേക്ക് പരിഗണിക്കണമെന്ന ജില്ലാ നേതൃത്വത്തിന്റെ ആവശ്യമാണ് രാജീവ് ചന്ദ്രശേഖറിലേക്ക് സ്ഥാനാർത്ഥിത്വം എത്താൻ കാരണം. ഔദ്യോഗിക പ്രഖ്യാപനം ഉടനുണ്ടാകും. ആദ്യഘട്ടത്തിൽ 7 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് ആലോചന. അതിനിടയിൽ സീറ്റുകൾ തമ്മിൽ ധാരണയായി. 16 സീറ്റുകളിൽ BJPയും 4 സീറ്റുകളിൽ BDJSും മത്സരിക്കും. കോട്ടയം, മാവേലിക്കര, ഇടുക്കി, ചാലക്കുടി എന്നീ സീറ്റുകളാണ് BDJSന്. കോട്ടയത്ത് BDJS സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി സ്ഥാനാർത്ഥിയാകും. PC ജോർജിനെ സ്ഥാനാർത്ഥിയാക്കിയാൽ സഹകരിക്കില്ലെന്ന് BDJS BJP ദേശീയ നേതൃത്വത്തെ അറിയിച്ചു. സമുദായത്തിനെ അപമാനിക്കുന്ന നിലപാട് PC ജോർജ് മുൻപ് സ്വീകരിച്ചുവെന്നാണ് BDJSന്റെ പരാതി. പത്തനംതിട്ടയിൽ ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള സ്ഥാനാർത്ഥിയാകാനാണ് സാധ്യത. ആലപ്പുഴയിൽ കൊല്ലപ്പെട്ട OBC മോർച്ച നേതാവ് രൺജിത്ത് ശ്രീനിവാസിന്റെ ഭാര്യ ലിഷ രൺജിത്ത് സ്ഥാനാർത്ഥിയായേക്കും. സന്ദീപ് വചസ്പതിയുടെ പേരും പരിഗണനയിലാണ്. ആലത്തൂരിൽ SC മോർച്ച സംസ്ഥാന അധ്യക്ഷൻ ഷാജിമോൻ വട്ടേക്കാട് സ്ഥാനാർത്ഥിയാകും. 24 തിരുവനന്തപുരം. കേരള കോൺഗ്രസ് എമ്മിന്റെ മുന്നണി മാറ്റം കോട്ടയത്ത് പ്രചാരണായുധമാക്കുന്ന കോൺഗ്രസിന് മറുപടിയുമായി തോമസ് ചാഴിക്കാടൻ MP. താനും പാർട്ടിയും ആരെയും ചതിച്ചിട്ടില്ലെന്ന് ചാഴിക്കാടൻ പറഞ്ഞു. ആലത്തൂരിൽ LDF സ്ഥാനാർത്ഥിയാകാൻ ഒരുങ്ങുന്ന മന്ത്രി K രാധാകൃഷ്ണനെ K മുരളീധരൻ MP പരിഹസിച്ചു. സമരാഗ്നി യാത്ര കോട്ടയത്തെത്തിയപ്പോഴാണ് KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും കേരള കോൺഗ്രസ് എമ്മിനെതിരെ ആക്ഷേപമുന്നയിച്ചത്. കഴിഞ്ഞ തവണ ജയിപ്പിച്ച MPയും പാർട്ടിയും UDFനെ വഞ്ചിച്ചുവെന്നായിരുന്നു ആക്ഷേപം. ഈ തെരഞ്ഞെടുപ്പിൽ മറുപടി നൽകണം. കോട്ടയത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വിഷയം UDF പ്രവർത്തകർ സജീവ ചർച്ചയാക്കി. ഇതോടെ മറുപടിയുമായി LDF സ്ഥാനാർത്ഥി തോമസ് ചാഴികാടൻ തന്നെ രംഗത്ത്. ഞങ്ങളെ പുറത്താക്കിയിട്ട് ഞങ്ങൾ പുറത്തു കിടന്ന് കൈയും കാലും അടിച്ചു കിടക്കും എന്ന് ധരിച്ചവർക്ക് കൊടുത്ത മറുപടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് ഞങ്ങൾ പോയത്. ഞങ്ങൾ ആരെയും ചതിച്ചിട്ടില്ല. ഞങ്ങളെ പുറത്താക്കിയപ്പോൾ രാഷ്ട്രീയമായ നിലനിൽപ്പ് ഞങ്ങൾക്ക് അനിവാര്യമായിരുന്നു. ആ അനിവാര്യതയുടെ പേരിൽ ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോട് ചേർന്നു. വയനാട്ടിൽ ആനിരാജ മത്സരിക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം ആയിട്ടില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. വയനാട്ടിലെ കോൺഗ്രസ് CPI പോരാട്ടം ദേശീയ തലത്തിൽ ബാധിക്കില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥി നിർണയ പ്രക്രിയയെ പറ്റി നിങ്ങൾക്കൊന്നും അറിയില്ല. ഞങ്ങൾ ആ പ്രക്രിയ ആരംഭിച്ചിട്ടേ ഉള്ളൂ. 26-ാം തീയതി കഴിയുമ്പോഴത്തേക്ക് ചോദിച്ചാൽ പറയാം. ഞങ്ങൾ മത്സരിക്കുന്നത് വയനാട് അടക്കമുള്ള എല്ലാം ജയിക്കാൻ വേണ്ടിയാണ്. ഞങ്ങൾ ജയിച്ചാൽ ദേശീയ തലത്തിൽ ഇന്ത്യ സഖ്യം ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം വിജയിക്കും. ഇല്ലല്ലോ, അതിലൊന്നും ചർച്ചയ്ക്ക് ഞങ്ങളില്ല. ചർച്ചാവേദിയല്ലതൊന്നും. ഇതിനിടെ മന്ത്രി K രാധാകൃഷ്ണനെതിരെ K മുരളീധരൻ രംഗത്ത് വന്നു. തെരഞ്ഞെടുപ്പിൽ തോൽക്കുന്ന സിറ്റിംഗ് മന്ത്രിയായിരിക്കും രാധാകൃഷ്ണൻ എന്നായിരുന്നു പരിഹാസം. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനു മുമ്പേ ആറ്റിങ്ങലിൽ CPIM സ്ഥാനാർത്ഥിക്കായി ചുവരെഴുത്ത് പ്രത്യക്ഷപ്പെട്ടു. അഡ്വക്കേറ്റ് V ജോയിക്കായി ആറ്റിങ്ങൽ ACAC നഗറിലാണ് ചുവരെഴുത്ത്. 24 കോട്ടയം. കഴിഞ്ഞ ദിവസം നടന്ന തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിലെ നേട്ടം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഊർജ്ജമാക്കാനുള്ള ശ്രമത്തിലാണ് LDF. ഉപതെരഞ്ഞെടുപ്പ് ഫലം ജനക്ഷേമ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. അതേസമയം തദ്ദേശ ഫലം ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ലെന്ന ആത്മവിശ്വാസത്തിലാണ് UDF. ഏറ്റവും ഒടുവിൽ നടന്ന 4 ഉപതെരഞ്ഞെടുപ്പുകളിൽ 3 UDF സീറ്റ് വർദ്ധിപ്പിച്ചിരുന്നു. അന്നെല്ലാം സർക്കാരിനെ ജനങ്ങൾ വിലയിരുത്തിയെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രതികരണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് കഴിഞ്ഞ ദിവസം ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥിതി വ്യത്യസ്തമായി. LDF പ്രതീക്ഷിച്ചതിനേക്കാൾ മുന്നേറ്റമുണ്ടാക്കി. പ്രാദേശിക തലത്തിലെ പ്രശ്നങ്ങളെന്ന് പ്രതിപക്ഷം ന്യായീകരിക്കുമ്പോൾ സർക്കാരിനും CPMനും വീണുകിട്ടിയ വടിയാണ് ഇക്കഴിഞ്ഞ തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിലെ വിജയം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത് സജീവ ചർച്ചയാകുമെന്ന് മന്ത്രിമാരുടെ അടക്കം പ്രതികരണങ്ങളിൽ നിന്ന് ഉറപ്പായി. എന്തെല്ലാം പറഞ്ഞിട്ടും ഫലം കണ്ടില്ലെന്ന് പ്രതികരിച്ച് മുഖ്യമന്ത്രി തന്നെ വിഷയം ചർച്ചയാക്കി. ഇതെല്ലാം എഴുതിയിട്ടുള്ള ഫലം എന്താണെന്ന് ഇന്നലെ കണ്ടില്ലേ? അവിടെ നിന്നെങ്കിലും മനസ്സിലാക്കാൻ പറ്റണ്ടേ കാര്യങ്ങൾ? ഇതിനൊന്നും നമ്മുടെ നാട്ടിലെ ജനങ്ങൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല കാര്യങ്ങൾ എടുക്കുന്നത്. എക്സാലോജിക് വിഷയം ഉൾപ്പെടെ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കാൻ രാഷ്ട്രീയ ആരോപണങ്ങൾ.
ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ട്രഷറി പ്രതിസന്ധി, ക്ഷേമ പെൻഷൻ മുടക്കം, അവശ്യ സാധനങ്ങളുടെ വില വർധനവ്. പ്രതിപക്ഷം ഇതൊക്കെ രാഷ്ട്രീയ വിഷയമാക്കുമ്പോൾ ജനങ്ങൾ സർക്കാരിനൊപ്പമെന്ന് LDF പ്രതിരോധിക്കും. ഇതോടൊപ്പം 20 മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളെ നേരത്തെ നിശ്ചയിക്കാൻ കഴിഞ്ഞതും വിജയസാധ്യതയുള്ള ജനകീയ മുഖങ്ങളെ പരീക്ഷിക്കുന്നതും നേട്ടമാകുമെന്നാണ് ഇടതുമുന്നണിയുടെ കണക്കുകൂട്ടൽ. ഒപ്പം സീറ്റ് വിഭജനം പോലും പൂർത്തിയാക്കാൻ കഴിയാത്ത UDF-ൽ ഘടകകക്ഷികൾക്ക് പോലും വിശ്വാസമില്ലാതായെന്നും ഇടത് ക്യാമ്പ് രാഷ്ട്രീയ ആരോപണമായി ഉയർത്തും. 24 തിരുവനന്തപുരം. വന്യമൃഗ ശല്യത്തിനെതിരായ പ്രതിഷേധത്തിനിടെ പുൽപ്പള്ളിയിൽ സംഘർഷമുണ്ടായതിൽ സഭയ്ക്കെതിരെ CPIM. സംഘർഷത്തിന്റെ പ്രധാന ഉത്തരവാദി പള്ളിയുടെ പിന്തുണയുള്ള കർഷക സംഘടന കിഫയാണെന്ന് CPIM വയനാട് ജില്ലാ സെക്രട്ടറി P. ഗഗാറിൻ ആരോപിച്ചു. കൽപ്പറ്റയിൽ നടത്തിയതുപോലെ ഒരു പരിപാടി മണിപ്പൂരിൽ നടത്താൻ സഭയ്ക്ക് പറ്റുമോ എന്നും ഗഗാറിൻ ചോദിച്ചു. രാഷ്ട്രീയക്കാരൊക്കെ മാറി, ഞങ്ങൾക്കറിയാം നോക്കാൻ. പറയുന്ന ആരാ? പ്രധാനമായി അത് പറയിപ്പിക്കുന്ന കിഫ എന്ന് പറയുന്ന സംഘടനയാണ്. കിഫ ആരാ ഈ കിഫ? നിങ്ങൾക്ക് ഇപ്പോ വൈകാരിക കിഫ പള്ളിയുടെ പിന്തുണ ഇല്ലാതെ കിഫ എന്ന് പറഞ്ഞിട്ട് ഒരു കർഷക സംഘടന നാട്ടിലിറങ്ങിയെന്ന് പ്രവർത്തിച്ചു. മണിപ്പൂരിൽ എന്താ നടക്കുന്നത്? മണിപ്പൂരിൽ ഇവിടെ നടത്തിയ പോലുള്ള ജാഥ, കൽപ്പറ്റ നടത്തിയ പോലുള്ള ജാഥ നിങ്ങൾ ഉത്തർപ്രദേശിൽ നടത്തോ? ആരെങ്കിലും ഇന്ത്യയിലെ വേറെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ അങ്ങനെ നടത്താൻ ധൈര്യമുണ്ടോ? വരുൺ ഗാന്ധി BJP വിടുമെന്ന് സൂചന. ഉത്തർപ്രദേശിലെ പിലിഭിത്തിൽ സമാജ്വാദി പാർട്ടി ടിക്കറ്റിൽ വരുൺ ഗാന്ധി മത്സരിച്ചേക്കും. BJP സീറ്റ് നിഷേധിക്കുമെന്ന വാർത്തകൾക്ക് പിന്നാലെയാണ് വരുൺ ഗാന്ധി SP-യുമായി ചർച്ച സജീവമാക്കിയത്. പിലിഭിത്തിലെ സിറ്റിംഗ് MP-യാണ് മേനകാ ഗാന്ധിയുടെ മകൻ വരുൺ ഗാന്ധി. ഏറെ നാളായി കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ പരസ്യ വിമർശനവുമായി രംഗത്തുള്ള വരുൺ ഗാന്ധിക്ക് BJP ഇത്തവണ സീറ്റ് നിഷേധിക്കുമെന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഒരു കുടുംബത്തിന് ഒരു സീറ്റ് തീരുമാനം കർശനമായി നടപ്പാക്കാൻ എന്ന പേരിൽ പീലിഭിത്തിൽ വരുൺ ഗാന്ധിയെ മാറ്റി ഉത്തർപ്രദേശ് മന്ത്രി സഞ്ജയ് സിംഗ് ഗാംഗ്വാറിനെ സ്ഥാനാർത്ഥിയാക്കാനാണ് BJPയുടെ നീക്കം. ഈ സാഹചര്യത്തിൽ പീലിഭിത്തിൽ സമാജ്വാദി പാർട്ടി ടിക്കറ്റിൽ വരുൺ ഗാന്ധി മത്സരിച്ചേക്കും. ഇക്കാര്യത്തിൽ പ്രാഥമിക ധാരണ ആയെന്നാണ് വിവരം. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി എന്നിവരുടെ ഇടപെടലും പിന്നിലുണ്ടെന്നാണ് സൂചന. 1996 മുതൽ മേനകാ ഗാന്ധിയുടെ കൈവശമുള്ള പീലിഭിത്ത് സീറ്റിൽ 59% വോട്ടുകൾ നേടിയാണ് കഴിഞ്ഞ തവണ വരുൺ ഗാന്ധി വിജയിച്ചത്. വരുൺ ഗാന്ധിയെ മത്സരിപ്പിക്കുന്നതിലൂടെ BJPക്ക് കനത്ത പ്രഹരമേൽപ്പിക്കാമെന്നാണ് ഇന്ത്യ സഖ്യം കണക്കുകൂട്ടുന്നത്. പീലിഭിത്തിലെ റാലിയിൽ കേന്ദ്ര സംസ്ഥാന പദ്ധതികളെക്കുറിച്ച് പരാമർശിക്കാതിരുന്ന വരുൺ ഗാന്ധി ജയ് ശ്രീറാം, ഭാരത് മാതാ മുദ്രാവാക്യം മാത്രം കേട്ട് വോട്ട് ചെയ്യരുതെന്നും മധുരവാക്കുകൾ പറഞ്ഞ് വഞ്ചിക്കുന്നവരല്ല ഗാന്ധി കുടുംബമെന്നും പറഞ്ഞിരുന്നു. 24 ഡൽഹി. നേതാക്കളുടെ കൊഴിഞ്ഞുപോക്കിൽ കോൺഗ്രസിനെ പരിഹസിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇന്നത്തെ കോൺഗ്രസിൽ ആരും എപ്പോൾ വേണമെങ്കിൽ BJPയിൽ പോകാമെന്ന അവസ്ഥയാണുള്ളത്. അയോധ്യ, ഏക സിവിൽ കോഡ് വിഷയങ്ങളിൽ കോൺഗ്രസിന് നിലപാടില്ലെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. ഇന്ന് കോൺഗ്രസ്സായി കാണുന്ന ഒരാള് നാളെ കോൺഗ്രസ് ആയിരിക്കും എന്ന് കോൺഗ്രസ്സുകാർക്ക് പോലും പറയാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിരിക്കും. ആരും മാറിയേക്കാം എന്നൊരു അനിശ്ചിതത്വം കോൺഗ്രസ് നേതൃനിരയിൽ ആകെ ഉണ്ടായിരുന്നു. ഇതിന് ഏതെങ്കിലും തരത്തിലുള്ള അതിശയോക്തി ഇല്ലാലോ. ഫോക്കസ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.